36-38 വർഷം വരെ ആയി. പിന്നെ ഇത് കൊഴുത്തൊഴിലല്ല, ജീവിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. പിന്നെ പണ്ട് ഇവിടെ ഒരു മേശരി, ഹെഡ് മേശരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ കൂടെ ഒരു കയ്യാളാട്ടിൽ നിന്ന് പണി പഠിച്ചതാണ്. പിന്നെ ഒരു പണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ ടയറിൻ്റെ ചെരുപ്പും ലെതറിൻ്റെ ചെരുപ്പാണ് ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ അതില്ല. ഇപ്പോൾ റെഡിമെയ്ഡ് ചെരുപ്പിൽ വരണമുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ റിപ്പയറിങ് ചെയ്യണം. പഴയ ചെരുപ്പ് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. പണ്ടുള്ള ചെരുപ്പും തന്നെ ഉപയോഗിക്കാം, 2 റിപ്പയർ. ഇപ്പോഴുള്ള ചെരുപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഉപയോഗിച്ചാലും ഒരു 1-2 മാസം കഴിയുമ്പോൾ വീണ്ടും കൊടുക്കും. പണ്ടുള്ളവരെന്ന് പറയുമ്പോൾ ഒരു തൊഴിലായിട്ട് കൊണ്ട് നടന്നേ. ഇപ്പോൾ അവരവർ നാണക്കേട് കൊണ്ട് പിള്ളേരെ പഠിത്തത്തിന് വ്യത്യാസം വന്നു അവർ വേറെ മേഖലയിൽ വിടേ. അപ്പോൾ ഈ തൊഴിൽ പഠിപ്പിക്കാൻ ആർക്കും താല്പര്യമില്ല. അതാണ് മെയിനായിട്ട് പറഞ്ഞ വിഷയം. ഇവിടെ തന്നെ മൊത്തം ഒരു 40 വർഷത്തിന് മുമ്പൊക്കെ ഒരു 18-20 മേശരിമാരുണ്ടായിരുന്നു. അവരൊക്കെ അന്യപ്പെട്ട് ഇങ്ങനെ അവസാനം ഇപ്പോൾ 8 പേരായി. വാ കൊണ്ടുവാ. വയസ്സായവരൊക്കെ പോയി. ഇനിയിപ്പോൾ നമ്മളെ കാലം കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പിള്ളേരൊക്കെ പോകും. അവിടെ കടയിലുള്ള പോകണം, ബ്രാഞ്ച് വിറ്റ് നിൽക്കാമല്ലോ, ദാസായിട്ട് കൊടുക്കുന്നത്. നമുക്ക് മടുത്തെന്ന് പറഞ്ഞാൽ ഇരുന്നുള്ള പണിയാണ്. എനിക്ക് വയസ്സ് 10-55 ആവാറായി. നമുക്ക് ആരുമ്പോൾ കൈ നീട്ടണം. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് 1 കിലോ അരിയുടെ പൈസ കിട്ടും എന്ന് പറഞ്ഞ് വരാം. ആരെ കടവില്ല. പിന്നെ നമ്മൾ ചെരുപ്പിൻ്റെ പണിക്ക് മാത്രം ഇവിടെ വരുന്ന ഒന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ബാഗും കുടയും പിന്നെ ഈ ടോർച്ചിൻ്റെ പണിയുണ്ട്. മറ്റേ പണ്ടത്തെ എവരുടെ ടോർച്ചുണ്ട്, അതിൻ്റെ വർക്കൊക്കെ ചെയ്യും. ഇപ്പം അതുമില്ല, എവരുടെ വർക്കും ഇല്ല. ഈ പണിക്കിരുന്നവരാരും അടുത്ത പണിക്ക് പോകാൻ പറ്റില്ല. അതായത് ഈ നടുവൊന്നും നൂറും. ഇപ്പോൾ ഇവിടെ നിന്ന് എഴുതിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു വളവ് വരെ ഇങ്ങനെ നടക്കണം. ഇങ്ങനെ ഒറ്റയടിക്ക് നൂറാൻ പറ്റും. പിന്നെ ദൈവത്തിൻ്റെ ഇതനുസരിച്ച് നമ്മൾ ദിവസം ആ നിത്യ വരുമാനം അങ്ങനെ നടന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. ഉണ്ണിച്ചേട്ടനെ പോലെയൊക്കെ റോഡ് വക്കിലിരുന്ന ചെരുപ്പ് തുന്നുന്ന പണി ചെയ്യാൻ ഇനിയുള്ള തലമുറകൾ തയ്യാറാകണമെന്നില്ല. ഇവരോടൊപ്പം തന്നെ ഈ ഒരു തൊഴിൽ മേഖലയും അവസാനിക്കുമെന്ന പിടിയിലാണ് ഇവരും. അനൂപിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.